ദൃശ്യങ്ങളിൽ കാണാം 1000 ആളുകൾ അവർക്കൊക്കെയും തങ്ങളുടെ പ്രിയപ്പെട്ട നേതാവിനെ കമ്മ്യൂണിസ്റ്റിനെ ഒരു നോക്ക് കാണാൻ വേണ്ടിയിട്ട് എത്തിയതാണ്. മണിക്കൂറുകളോളം കാത്തുനിന്നവരാണ്. രാത്രി പുലരുവോളം കാത്തു നിന്നവരാണ്. ഇന്നലെ രാത്രി 9 മണിയോടുകൂടി തന്നെ ആലപ്പുഴയിൽ എത്തിക്കുമെന്ന കണക്കുകൂട്ടലായിരുന്നു. അങ്ങനെ ഉറങ്ങാതെ ഉണ്ണാതെ കാത്തു നിന്നവരാണ്. വി എസിനെ നേരിട്ടറിയാവുന്നവരും വി എസുമായി വ്യക്തി പരിചയമുള്ള ഒട്ടനേകം ആളുകൾ ഇവിടെയുണ്ട്, ഈ ഓച്ചിറയുടെ മണ്ണിലുണ്ട്. അദ്ദേഹത്തിൻ്റെ സ്വന്തം നാട്ടിലേക്ക് പോകുമ്പോൾ എങ്ങനെ വി എസിനെ ഒരു അന്ത്യാഭിവാദ്യം നൽകാതെ എങ്ങനെ തങ്ങൾക്ക് വീടുകളിലേക്ക് പോകാൻ കഴിയുമെന്ന് വിചാരിക്കുന്ന ഒട്ടനേകം ആളുകളാണ് ഇന്നലെ ഇവിടെ എത്തിയിട്ടും മടങ്ങിപ്പോകാതെ നിന്ന്. നമ്മൾ നേരത്തെ ദൃശ്യങ്ങളിലൊക്കെ കണ്ടത് ഒരു കൊച്ചുകുട്ടി വിളിക്കുന്ന മുദ്രാവാക്യം ആ കുട്ടിക്ക് വി എസ് അച്യുതാനന്ദനെ അല്ലെങ്കിൽ മാമനെ കാണണം എന്നുള്ള ആഗ്രഹത്താൽ ഇവിടെ എത്തിയിട്ടുള്ള അങ്ങനെ ഒത്തിരി കുരുന്നുകൾ, സ്ത്രീകൾ, അങ്ങനെ നമുക്ക് ദൃശ്യങ്ങൾ കാണാം. ഒരുപാട് ആളുകൾ വി എസിനെ കാണാൻ നിന്നാണല്ലേ? അതെ, ഇവിടെ ഓച്ചിറ തന്നെ. കുറേ നേരമായി കാത്തു നിന്നിട്ട് ഞങ്ങൾ വി എസിനെ കണ്ടിട്ടേ പോത്തുള്ളൂ എന്ന് പറഞ്ഞ് അങ്ങനെ തന്നെ നിൽക്കുമായിരുന്നു. എന്തായാലും ഇപ്പം കാണാൻ സാധിച്ചു. നേരത്തെ കാണാൻ പറ്റിയിട്ടില്ല, ഇപ്പം നേരിട്ട് കാണാൻ സാധിച്ചു. ഒരു പാർട്ടിക്കും ഇതുപോലെ ഒരു സഖാവിനെ കിട്ടത്തില്ല. ഒറ്റ പാർട്ടിക്കും ഉണ്ടാകത്തില്ല. ഒരു കമ്മ്യൂണിസ്റ്റ് ആർക്കും ഇതുവരെ കിട്ടാത്ത ഒരു മുൻ മുഖ്യമന്ത്രിയായിരുന്നു സഖാവ് വി എസ്. ഞങ്ങളുടെ ഒരു ഹൃദയത്തിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു സഖാവ്. അതേപോലെ ഒരു സഖാവിനെങ്കിൽ ഞങ്ങൾക്ക് കിട്ടത്തില്ലെങ്കിൽ ഭൂമിയിൽ ഇനി ഇതുപോലുള്ള നേതാവ് ഒരിക്കലും ജനിക്കില്ല. അതാണ് ഞങ്ങളുടെ വീരനായകൻ വി എസ്. വലിയ ആവേശമാണ്. ഞങ്ങൾ 3 മണി തൊട്ട് ഇവിടെ നിൽക്കുവാണ്. എല്ലാവരും വെളുപ്പിന് രാവിലെ 3 മണി ഇവിടെ നിൽക്കുവാണ്. നല്ല ഇത് തന്നെ ഈ സ്നേഹമാണ്. വി എസിന് നമ്മളെല്ലാവരുടെ സ്നേഹം തന്നെയാണ് ഈ കാണുന്ന ജനക്കൂട്ടം. ലാൽ സലാം സഖാവ്. 3 മണി മുതലൊക്കെ തന്നെ ഇവിടെ വി എസ് അച്യുതാനന്ദനെ ഒരു നോക്ക് കാണുവാൻ വേണ്ടി നിൽക്കുന്ന ആളുകളുണ്ട്. ഇത് ഒരാളുടെ മാത്രം കാര്യമല്ല. അങ്ങനെ ഒരുപാട് ആളുകൾ, ആയിരക്കണക്കിന് ആളുകൾ എന്ന് പറഞ്ഞാൽ പോലും തെറ്റില്ല. കാരണം നമ്മൾ ഇന്നലെ കണ്ടതാണ് കഴക്കൂട്ടത്തും കാര്യവട്ടത്തും ശ്രീകാര്യത്തും ചവറയിലും കൊല്ലത്തും നേരത്തെ തൊട്ടും മുൻപ് കണ്ട സ്ഥലത്തുമൊക്കെ തന്നെ കരുനാഗപ്പള്ളിയിലുമൊക്കെ തന്നെ ഒട്ടേറെ പേർ ഒരുപാട് നേരം കാത്തു നിന്നിട്ടാണ് തങ്ങളുടെ പ്രിയപ്പെട്ട നേതാവിന് അന്ത്യാഭിവാദ്യം നൽകുവാൻ വേണ്ടി ഈ തെരുവീഥികളിൽ കാത്തു നിന്നത്. അങ്ങനെയുള്ള ആളുകളെ കാണാതെ എങ്ങനെ ഈ വാഹനത്തിന് കടന്നു പോകാൻ കഴിയും എന്നതാണ് മറ്റൊരു കാര്യം. അങ്ങനെ അദ്ദേഹത്തിൻ്റെ കർമ്മ മേഖലയിലേക്ക് കൂടി കടന്നു വരുന്നു പ്രിയങ്കരനായ വി എസ്. അദ്ദേഹം വലിയ വികാരമായിരുന്നു. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയമല്ലായിരുന്നു എല്ലാവരുടെയും വിഷയം. രാഷ്ട്രീയം കൃത്യമായി പറയുന്ന, മുറുകെ പിടിക്കുന്ന വ്യക്തിത്വമായിരുന്നുവെങ്കിലും രാഷ്ട്രീയത്തിനതീതമായി അദ്ദേഹത്തെ സ്നേഹിക്കുന്ന വലിയൊരു ജനസമൂഹം കേരളത്തിൽ മാത്രമല്ല രാജ്യത്ത് തന്നെ ഉണ്ടായിരുന്നു എന്നതാണ് ഏറ്റവും പ്രത്യേകത. ഒപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നിലപാടിൽ അത്തരത്തിൽ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ കാർക്കശ്യം ഒരു വശത്തുണ്ടായിരുന്നുവെങ്കിലും ഒരു ജനമനസ്സുകളിൽ ജനനായകൻ്റെ മറ്റൊരു മുഖമുണ്ടായിരുന്നു എന്നതാണ് വി എസിനെ മറ്റു നേതാക്കളിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത്. അത്തരത്തിൽ ഒരു നേതാവ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തിൽ തന്നെ ഇത്രയും സ്വീകാര്യതയുള്ള, ഒരുപക്ഷെ ഇ കെ നായനാർ കഴിഞ്ഞാലോ EMS കഴിഞ്ഞാലോ ഒക്കെ തന്നെ ഇത്രയും സ്വീകാര്യതയുള്ള മറ്റൊരു കമ്മ്യൂണിസ്റ്റ് നേതാവ് ഉണ്ടായിട്ടില്ല. ഇനി ഉണ്ടാകുമോ എന്ന് ചോദിക്കുന്നവർക്ക് മുന്നിൽ പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അതായത് ഇത് ഇല്ലാതാകുന്നില്ല. അതായത് ഈ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ പാർട്ടിയെ സംബന്ധിച്ച് ഇനിയും ഉണ്ടാകുന്നു. ഓരോ തുള്ളിച്ചോരയിൽ നിന്നും 1000 പേർ ഉയരുന്നു. അവർ നാടിൻ മോചന രണാങ്കണങ്കിൽ പടരുന്നു എന്ന തരത്തിലാണ് അവരുടെ രാഷ്ട്രീയ ആഹ്വാനം. അത്തരത്തിലുള്ള സിദ്ധാന്തമാണ്. അതൊരു വി എസ് അച്യുതാനന്ദൻ്റെ ഒരു അവസാന വാക്കല്ല. അദ്ദേഹത്തിൻ്റെ ആശയം മരിക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ ഭൗതികത മാത്രമാണ് ഭൂമിയിൽ നിന്നും ഇല്ലാതാകുന്നത്. അങ്ങനെ ഭൂമിയിൽ ഇനി വി എസിൻ്റെ ഭൗതികത മാത്രമാണ് ഇല്ലാതാകുന്നത്. അദ്ദേഹം മണ്ണിലേക്ക് അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ടവരോടൊപ്പം മടങ്ങുന്നു എന്നത് മാത്രമാണ്. അദ്ദേഹത്തിൻ്റെ ആശയങ്ങളും അദ്ദേഹം മുറുകെ പിടിച്ച തൻ്റെ നിലപാടുകളും ഒരിക്കലും മരിക്കുന്നില്ല. അത് ഈ ഉള്ളിടത്തോളം കാലം അത് ജീവിച്ചിരിക്കുക തന്നെയാണ്. അദ്ദേഹം മുറുകെ പിടിച്ച തൻ്റെ പ്രത്യയശാസ്ത്രങ്ങളും നിലപാടുകളും ആശയങ്ങളും ഒക്കെ തന്നെ ഈ ഭൂമിയിൽ അപ്പോഴും ഇപ്പോഴും എപ്പോഴും ഉണ്ടാകുമെന്ന് ആശിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അങ്ങനെ വി എസ് അച്യുതാനന്ദനെ, വേലിക്കകത്ത് ശങ്കരൻ എന്ന അച്യുതാനന്ദനെ സ്നേഹിക്കുന്ന 1000 ആളുകളെ നമ്മൾ ഇന്നലെ മുതൽ ഈ തെരുവോരങ്ങളിലൊക്കെ തന്നെ കാണുകയാണ്. ഇപ്പോൾ ഈ വാഹനം ഇഴഞ്ഞു നീങ്ങുന്ന ദൃശ്യങ്ങളാണ്. ഇവിടെ നിന്നും ഓച്ചിറയിൽ നിന്നും ഇനി അടുത്ത സ്ഥലം കായംകുളം KPSCയുടെ ആസ്ഥാനമാണ്. അതിന് മുന്നിലേക്കാണ് വി എസ് അച്യുതാനന്ദൻ്റെ ഭൗതികദേഹം എത്തിക്കുക. അവിടെ നിന്ന് പിന്നീട് കായംകുളത്തേക്കും, കായംകുളത്ത് നിന്നും ഹരിപ്പാടേക്കും, ഹരിപ്പാട് കഴിഞ്ഞ് തോട്ടപ്പള്ളിയും അമ്പലപ്പുഴയും
പറവൂരും പുന്നപ്രയും കപ്പക്കടയും കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ സ്വന്തം നാടായ പറവൂർ പുന്നപ്രയിലെ വേലിക്കകത്ത് വീട്ടിലേക്കായിരിക്കും ആദ്യം എത്തിച്ചേരുക. അതിനുശേഷം പിന്നീട് ആലപ്പുഴ നഗരത്തിൽ തന്നെ ബീച്ചിൽ റിക്രിയേഷൻ ഗ്രൗണ്ടിലേക്ക് എത്തിക്കും.